നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 352 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ജേർണലിസ്റ്റും യൂട്യൂബറും മാധ്യമരംഗത്ത് സജീവ സാന്നിധ്യവുമായ ശ്രീമതി ശ്രീജ അജയിനെ കുറിച്ചിട്ടാണ്. അവരുടെ പത്രപ്രവർത്തന വളർച്ചയുടെ ഇടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് 3-4 വർഷങ്ങൾക്ക് മുമ്പ് പബ്ലിക് ലൈബ്രറിയിലേക്ക് ഞാൻ പോകുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ലോകപ്രശസ്തയായ ദയാബായി അവിടെ സമരപ്പന്തലിലിരിക്കുന്നു. ഞാൻ കാണാൻ ആഗ്രഹിച്ചതും സംസാരിക്കാൻ ആഗ്രഹിച്ചതുമായ ലോകമറിയുന്ന ഒരു ദേശസ്നേഹി, രാജ്യം ഭാരതരത്നം കൊടുത്ത് അവരെ ആദരിക്കണം എന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം അവരുടെ ജീവിതവും മനുഷ്യരോടുള്ള അവരുടെ സമീപനവുമൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അപ്രതീക്ഷിതമായി അവരെ കാണുമ്പോൾ അവരുമായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കണം, അവരുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വെപ്രാളപ്പെടുന്നത് കണ്ട് അവിടെ നിന്ന് ഒരു പരിചയവുമില്ലാത്ത, മുൻപ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഈ സ്ത്രീരത്നം എന്നോട് പറഞ്ഞു, ഞാൻ ഫോട്ടോ എടുത്തു തരാം, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു തരാം. ആ ഒരു ബഹുമാനം, ആ ഒരു ബന്ധം പിൽക്കാലത്ത് എൻ്റെ ശങ്കജം എന്ന നോവൽ അവരുടെ സ്പാർക്ക് മീഡിയ എന്ന ചാനലിലൂടെ 36 എപ്പിസോഡുകളായി ഷൂട്ട് ചെയ്ത് അവതരിപ്പിക്കുകയും പിന്നീട് കാലമേ പാർവതിയോട് പറയൂ എന്ന എൻ്റെ 101 കവിതകൾ, ഞാൻ എഴുതിയ കവിതകൾ, സംഗീതവും അതിൻ്റെ വിശദീകരണവും ഒക്കെ നൽകി അതേ ചാനലിൽ ഒരു 1.5 വർഷക്കാലത്തോളം അവതരിപ്പിച്ചതും അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്ത ഒരു വലിയ വ്യക്തിത്വം. എന്ത് പറഞ്ഞാലും മറുത്ത് ഒന്നും പറയാത്ത കാര്യക്ഷമയായ, ജീവിതം നല്ല രീതിയിൽ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പത്രപ്രവർത്തക. അവരോട് ഈ ആവശ്യം പറഞ്ഞപ്പോഴും അവരെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞപ്പോഴും അവരതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ വളരെ ബഹുമാനത്തോടെ, അഭിമാനത്തോടെ പറയട്ടെ, ഒരു നല്ല പത്രപ്രവർത്തക. അതാണ് അവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വിശാലമായ